ഹലോ നമസ്കാരം. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ഫോട്ടോകളൊക്കെ കാണുന്നുണ്ടാവും. അതേപോലെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ എഡിറ്റിംഗ് ഒന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനൊക്കെ അലോ ചെയ്യേണ്ടി വരും. പെർമിഷൻ അലോ ചെയ്തെങ്കിൽ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. ഇതിൽ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞുതരാം. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിന് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എന്താ പറയുക, എഫക്റ്റ് പോലത്തെ, എഫക്റ്റിലല്ല, ഇത് ട്രിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് നമുക്ക് ആ ഫോട്ടോയുടെ എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ഇങ്ങനെ വെച്ചു. എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് ഇതുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴത്ത് തന്നെ, രണ്ടാമത്തെ ഓപ്ഷൻ. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് ഈ ഫോട്ടോ അവിടേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഏതാണോ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നോ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ വേണ്ടി കാണിക്കാം കേട്ടോ. ഇത് ടിക്ക് ചെയ്യാണ്. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എഡിറ്റിംഗ് ഓപ്ഷൻസ്. അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റുകൾ കാര്യങ്ങളും ബ്ലറും കാര്യങ്ങളും ഫിൽറ്ററും എല്ലാം കൊടുക്കാൻ സാധിക്കും. ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതല്ല, ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് രണ്ടാമത് സ്പ്രെഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഗാലറിയിൽ ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാൻ സെയിം ഫോട്ടോ തന്നെ സെലക്ട് ചെയ്തു. ഇവിടെ കണ്ട, ഇവിടെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഇവിടെ മുകളിൽ തന്നെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കണ്ട ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറകിൽ നമുക്ക് ഇതേപോലെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. ഞാൻ ജസ്റ്റ് സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഒരുപാട് എഫക്റ്റുകളുണ്ട്. മോഷനൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാം. കണ്ട, ഫോട്ടോയുടെ തന്നെ വെറൈറ്റി രീതിയിലൊക്കെ ആക്കാം. നമുക്ക് ബ്ലർ വേണമെങ്കിൽ വയ്ക്കാം. എത്രത്തോളം ബ്ലർ വേണം ബാക്ക്ഗ്രൗണ്ട്. ഫോട്ടോ തന്നെ അട്രാക്റ്റീവായി. ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ടു ഗാലറി കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ ക്യാമറ ഉണ്ട്. നല്ലൊരു ക്യാമറയാണ്. ക്യാമറ ആപ്ലിക്കേഷൻ വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ക്യാമറ ഉപയോഗിക്കാം. ഞാനിതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് വളരെ ഉപകാരമാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാത്തിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സൈനിങ് ഓഫ്, രഞ്ജിത്ത്. ബൈ.